Hi, good afternoon. Good morning, good afternoon. ഇതൊന്ന് കറങ്ങി ഒന്ന് ലോഡായി കിട്ടണ്ടേ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഗ്രൂപ്പിലൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലേ? സ്പീഡപ്പ് ചെയ്ത് പോകണം. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? 2 മാസം തീർക്കണം. എഴുതാനുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവാത്ത കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി? ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണ്ട, എല്ലാം കൂടെ ഓരോന്നായിട്ട് എഴുതിയെടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോ നോക്കാം. PDF നിങ്ങൾക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യാലോ കേട്ടോ. PDF ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവാത്ത കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി? ഒരു സ്ലൈഡിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. ഒരു പേജ് മുന്നിൽ വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ആണ് എന്ത് ചെയ്തത്? 2019 ക്രിക്കറ്റ് ലോക ചാമ്പ്യന്മാരായത്. ആൾറെഡി ചോദിച്ച ചോദ്യമാണ്. 2019 ക്രിക്കറ്റ് ലോകകപ്പ് ചാമ്പ്യന്മാർ ആരാണ് എന്നുള്ളത് ഇതാണ് ആൾറെഡി ചോദിച്ചതാണ്. ഇംഗ്ലണ്ട് ആണ് ചാമ്പ്യന്മാരായത്. ആരെയാ പരാജയപ്പെടുത്തിയത്? ന്യൂസിലാൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇനിയോ ഇന്ത്യ ആരോടാണ് പരാജയപ്പെട്ടത്? ഇന്ത്യ ആരോടാണ് പരാജയപ്പെട്ടത് എന്ന് ആൾറെഡി എന്ത് ചെയ്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ഓർത്തിരിക്കണം. ഇന്ത്യ സെമിയിൽ ന്യൂസിലാൻഡിനോടാണ് പരാജയപ്പെട്ടത് എന്നുകൂടെ. അപ്പൊ ആ ഒരു കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി? അവിടെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇനിയോ ടൂർണമെന്റിന്റെ താരം ആരാണ്? ടൂർണമെന്റിന്റെ താരം കെയ്ൻ വില്യംസൺ. ടൂർണമെന്റിന്റെ താരം കെയ്ൻ വില്യംസൺ. ഫൈനലിലെ താരം ബെൻ സ്റ്റോക്സ്. ഫൈനലിലെ താരം ബെൻ സ്റ്റോക്സ്. അപ്പൊ ടൂർണമെന്റിന്റെ താരം കെയ്ൻ വില്യംസൺ, ഫൈനലിലെ താരം ബെൻ സ്റ്റോക്സ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഫാക്ട് എന്ന് പറഞ്ഞാൽ ഏത് മാത്രമേ ഉള്ളൂ? ചാമ്പ്യന്മാർ ഇംഗ്ലണ്ട്, ഇന്ത്യ പരാജയപ്പെട്ടത് ന്യൂസിലാൻഡിനോട്. ന്യൂസിലാൻഡിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ്, പാകിസ്ഥാൻ വധശിക്ഷ വിധിച്ച കുൽഭൂം ജാദവിന് ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താ? അന്താരാഷ്ട്ര നീതിന്യായ കോടതി ശിക്ഷ തടഞ്ഞ പാകിസ്ഥാൻ തടവിലുള്ള ഇന്ത്യക്കാരൻ ആരാണ് എന്നുള്ളത്. കുൽഭൂം ജാദവ് എന്നുള്ള ആ ഒരു പേരെന്ത് ചെയ്യാം? അവിടെ ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് എന്ത് ചെയ്തത്? ആ വധശിക്ഷ തടഞ്ഞുകൊണ്ട് എന്ത് ചെയ്തത്? ഓർഡർ ഇറക്കിയത് കേട്ടോ. കുൽഭൂഷൺ ജാദവ്, കുൽഭൂഷൺ ജാദവ് കേട്ടോ. കുൽഭൂഷൺ ജാദവ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ത് ചെയ്തു? ശിക്ഷ തടഞ്ഞു എന്നുള്ളത്. ഇനിയോ ISROയുടെ പുതിയ ടെക്നിക്കൽ ലൈസൺ യൂണിറ്റ് എവിടെയാണ് വന്നത്? മോസ്കോയിൽ. ISROയുടെ പുതിയ ടെക്നിക്കൽ ലൈസൺ യൂണിറ്റ് മോസ്കോയിലാണ് എന്നുള്ളത് എന്ത് ചെയ്യണം? അവിടെ കൊടുത്തിരിക്കുന്നത്. മോസ്കോ എവിടെയാ? മോസ്കോ എവിടെയാ? ചിലപ്പോൾ മോസ്കോ ഉണ്ടാവില്ല. മോസ്കോക്ക് പകരം ചിലപ്പോൾ എന്തായിരിക്കും? ISROയുടെ ടെക്നിക്കൽ ലൈസൺ യൂണിറ്റ് ഏത് രാജ്യത്താണ് നിലവിൽ വന്നത്? റഷ്യ എന്ന് മാത്രമായിരിക്കും എന്ത് ചെയ്യുക? അവിടെ കൊടുക്കുക. ഇനിയോ പാകിസ്ഥാനിൽ 72 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ക്ഷേത്രമാണ് ഇത്. സാവ്ല തേജ് സിംഗ് ക്ഷേത്രം. സാവ്ല തേജ് സിംഗ് ക്ഷേത്രമാണ് എന്ത് ചെയ്തത്? 72 വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ എന്ത് ചെയ്തത്? തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട് സാവധാനം തുറന്ന ക്ഷേത്രം എന്നുള്ളത് കേട്ടോ. സാവധാനം തുറന്ന ക്ഷേത്രം എന്നുള്ള ആ ഒരു ലെവലിൽ എന്ത് ചെയ്താൽ മതി? അവിടെ കണ്ടാൽ മതി. അപ്പൊ പാകിസ്ഥാനിൽ 72 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ക്ഷേത്രമാണ് ഇത്, സാവ്ല തേജ് സിംഗ് ക്ഷേത്രം. 2019 രമൺ മാഗ്സസെ അവാർഡ് ഇന്ത്യക്കാരനായിട്ടുള്ള രവീഷ് കുമാർ. ഇന്ത്യക്കാരനായിട്ടുള്ള രവീഷ് കുമാറിനാണ് എന്ത് ചെയ്തത്? 2019 രമൺ മാഗ്സസെ അവാർഡിൽ. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട് രമൺ മാഗ്സസെ. 2019 ഒരു രായിൽ തുടങ്ങുന്ന ഒരാൾ തന്നെയാണ് എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? അവിടെ ഓർത്തിരുന്നാൽ മതി. ഇനിയോ സംസ്ഥാന സ്കൂൾ സ്പോർട്സ് 2019 കണ്ണൂർ വെച്ച് നടന്നു. പാലക്കാട് ചാമ്പ്യന്മാർ. 2019
സ്കൂൾ സ്പോർട്സ് കണ്ണൂർ വെച്ച് നടന്നു, പാലക്കാട് ചാമ്പ്യന്മാർ എന്നുള്ളത്. അപ്പൊ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് 2019 സ്കൂൾ സ്പോർട്സ് ചാമ്പ്യൻ. സ്കൂൾ സ്പോർട്സും ആർട്സും 2019 ആരെന്നെയാണ്? രണ്ടും പാലക്കാട് തന്നെയാണ്. പിന്നെ വേദിയാണ് എന്ത് ചെയ്യേണ്ടത്, മെയിൻ ആയിട്ട് അവിടെ ഓർത്തിരിക്കുന്നത്. 2019 കണ്ണൂർ. ഇനിയോ ആദ്യത്തെ റോബോട്ടിക് റെസ്റ്റോറന്റ് എവിടെയാണ് വന്നത്? കണ്ണൂർ. നമ്മൾ കണ്ടായിരുന്നു അല്ലെ? ആദ്യത്തെ റോബോട്ടിക് റെസ്റ്റോറന്റ് കണ്ണൂരാണ് വന്നത്. പിന്നെ കൊറോണ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തില്ല, പിന്നെ അതിന്റെ ഒരു വിവരവും ഇല്ല. എന്തായാലും നമുക്കൊരു ഫാക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു റോബോട്ടിക് റെസ്റ്റോറന്റ് അവിടെ വന്നു. ഇനിയോ ജമ്മു കശ്മീർ പുനർസംഘടനാ ബില്ല് രാജ്യസഭ ഓഗസ്റ്റ് 5-നും ലോക്സഭ ഓഗസ്റ്റ് 6-നും പാസാക്കി. ജമ്മു കശ്മീർ പുനർസംഘടനാ ബില്ല് രാജ്യസഭ ഓഗസ്റ്റ് 5-നും ലോക്സഭ ഓഗസ്റ്റ് 6-നും പാസാക്കി എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കുക. അപ്പൊ ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജമ്മു കശ്മീർ പുനർസംഘടനാ ബില്ല് രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കിയത് 5-ഉം 6-ഉം എന്നുള്ള ആ ഒരു ലെവലിൽ എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. ഇനിയോ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയാക്കി ഉയർത്തി? 34 ആക്കി ഉയർത്തി. 33+1. 33+1. അപ്പൊ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്, ഒന്ന് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം, ഒന്ന് ജമ്മു കശ്മീർ പുനർസംഘടന ബില്ല്, സ്കൂൾ സ്പോർട്സ് കണ്ണൂര്, വേദി പാലക്കാട് ചാമ്പ്യന്മാർ. 2019 രമൺ മാഗ്സസെ അവാർഡിൽ ഇന്ത്യക്കാരൻ രവീഷ് കുമാർ. ISROയുടെ ടെക്നിക്കൽ ലൈസൺ യൂണിറ്റ് മോസ്കോ. കുൽഭൂഷൺ ജാദവ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ശിക്ഷ തടഞ്ഞത്. ലോകകപ്പ് ചാമ്പ്യന്മാർ 2019 ഇംഗ്ലണ്ട് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. 34-ൽ ചീഫ് ജസ്റ്റിസ് പെടും. അതല്ലേ 33+1 എന്ന് പറയുന്നത്. 33 ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസും, അതല്ലേ കണക്ക്. ഓക്കെ, നെക്സ്റ്റ്. തിരുനെൽവേലി വിഭജിച്ച് പുതിയ ജില്ലയാണ് ഇത്, തെങ്കാശി. തിരുനെൽവേലി വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിച്ചതാണ് ഇത്, തെങ്കാശി. ഇനിയോ ഐഫോൺ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ സൂര്യാസ്തമയം എന്ന വിഭാഗത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ 1-ാം സ്ഥാനം നേടിയതാരാണ്? ശ്രീകുമാർ കൃഷ്ണൻ. ഐഫോൺ ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ സൂര്യാസ്തമയം എന്ന വിഭാഗത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ 1-ാം സ്ഥാനം നേടിയ മലയാളിയാണ് ആര്? ശ്രീകുമാർ കൃഷ്ണൻ. മലയാളി ആയതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ അതും പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് തോന്നും, ഓ ഇനിയിപ്പോ ഇങ്ങനത്തെ ഒക്കെ പഠിക്കണോ എന്ന് തോന്നും. ഇത് അന്താരാഷ്ട്ര തലത്തിലാണ് ശ്രീകുമാർ കൃഷ്ണൻ 1-ാം സ്ഥാനം നേടിയത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫാക്ട് എന്ത് ചെയ്യേണ്ടത്, അവിടെ പഠിക്കേണ്ടത്. ലോക്സഭയിലെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ്, ആ ഒരു ഫാക്ട് സോണിയാഗാന്ധിയാണ് കേട്ടോ. സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധിക്ക് ശേഷമാണ് ആര്? സുഷമ സ്വരാജ്. രണ്ടാമത്തെയാണ് അത് കേട്ടോ. ലോക്സഭയിലെ രണ്ടാമത്തെ വനിതാ പ്രതിപക്ഷ നേതാവാണ് ആര്? സുഷമ സ്വരാജ്. ആദ്യത്തെ അല്ല, ആദ്യത്തെ ആരാണ്? സോണിയാഗാന്ധിയാണ്. രണ്ടാമത്തെയാണ് ആര്? സുഷമ സ്വരാജ്. ഇനിയോ ആദ്യത്തെ പൂർണ്ണ ചുമതലയുള്ള വനിതാ വിദേശകാര്യമന്ത്രി. ആദ്യത്തെ പൂർണ്ണ ചുമതലയുള്ള വനിതാ വിദേശകാര്യ മന്ത്രി. ആദ്യത്തെ പൂർണ്ണ ചുമതലയുള്ള വനിതാ വിദേശകാര്യമന്ത്രി അതും ആരെന്നെയാ? സുഷമ സ്വരാജ് എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കുക. ഇനിയോ ഇന്ത്യയിൽ ആദ്യത്തെ ജലത്തിനടിയിലൂടെയുള്ള മെട്രോ ആണ് ഇത്, കൊൽക്കത്ത മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ ജലത്തിനടിയിലൂടെയുള്ള മെട്രോ കൊൽക്കത്ത മെട്രോ. 66ാമത് ദേശീയ ഫിലിം അവാർഡ് ജൂറിയുടെ ചെയർമാൻ ആണ് ആര്? രാഹുൽ റാവൈൽ. 66ാമത്. അത് നിങ്ങൾക്ക് എങ്ങനെ തന്നെ ഓർത്തിരിക്കാം. നിങ്ങൾ 66 എന്ന് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത്, 6 6 6 6 അതന്നെയല്ലേ? രാഹുൽ റാവൈൽ 6 6. അത് ഇംഗ്ലീഷ് ലെറ്റർ ആക്കുമ്പോൾ 6 6. ആ രാഹുൽ റാവൈൽ അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, അവിടെ കാണാം. 66ാമത് ദേശീയ ഫിലിം അവാർഡ് ജൂറി ചെയർമാൻ രാഹുൽ റാവൈൽ എന്നുള്ളത് എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ ഓർത്തിരിക്കാം. ഇനിയോ 2018 സിനിമാ സൗഹൃദ സംസ്ഥാനമാണ് ഇത്, ഉത്തരാഖണ്ഡ്. 2018 സിനിമാ സൗഹൃദ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2019 എന്ത് ചെയ്യുന്നത്, ഇത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 2018 എന്ന് പറയുന്നത് കേട്ടോ. ഇനിയോ മാൻ വേഴ്സസ് വൈൽഡ് എന്ന ആ ഒരു ഡോക്യുമെന്ററി എവിടെ നടന്നത്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് എന്ത് ചെയ്യുന്നത്,
മാൻ വേഴ്സസ് വൈൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞിട്ട് ബിയർ ഗ്രിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോക്യുമെന്ററി എടുത്ത ആളെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പത്രത്തിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ബിയർ ഗ്രിൽസ് ആണ് ആ ഡോക്യുമെന്ററി എന്ത് ചെയ്തത്, എടുത്തതും. മാൻ വേഴ്സസ് വൈൽഡ് എന്ന് പറഞ്ഞിട്ട് അതിഥിയായി എത്തിയത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ശ്രീകുമാർ കൃഷ്ണൻ ഓർത്തിരിക്കുക, അന്താരാഷ്ട്ര തലത്തിൽ ഫോട്ടോഗ്രാഫി, ഐഫോൺ ഫോട്ടോഗ്രാഫിയിൽ സൂര്യാസ്തമയം വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത്. ലോക്സഭയിലെ 2ാമത്തെ വനിതാ പ്രതിപക്ഷ നേതാവാണ് സുഷമ സ്വരാജ്. ആദ്യത്തെ പൂർണ്ണ ചുമതലയുള്ള വനിതാ വിദേശകാര്യ മന്ത്രി. 66ാമത് ഫിലിം അവാർഡ് ജൂറി ചെയർമാൻ രാഹുൽ റാവയിൽ. 2018 സിനിമാ സൗഹൃദ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അതിലാണ് എന്ത് ചെയ്തത്, മാൻ വേഴ്സസ് വൈൽഡ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡോക്യുമെന്ററി ബിയർ ഗ്രിൽസ് നേതൃത്വം കൊടുത്ത് എടുത്തത്. അത്ര അവിടെ ഓർത്തിരിക്കുക. ഇനിയോ, ഏഷ്യൻ അത്ലറ്റിക് അസോസിയേഷന്റെ കമ്മീഷൻ അംഗമായിട്ട് മലയാളിയെ തെരഞ്ഞെടുത്തതാണ് ആരെ? പി.ടി. ഉഷ. ഏഷ്യൻ അത്ലറ്റിക് അസോസിയേഷന്റെ കമ്മീഷനിലേക്ക് അംഗമായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? പി.ടി. ഉഷ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ആരെയാണ്? പി.വി. സിന്ധു. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരമായത് പി.വി. സിന്ധു. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? നൊസോമി ഒകുഹാര. അതെന്ത് ചെയ്താൽ മതി, സിന്ധുവിന് തൊട്ട് മുമ്പത്തെ ഫൈനലിൽ എന്ത് ചെയ്തതാണ്, തോൽവി കിട്ടിയതാണ്. അന്ന് വെള്ളി മെഡൽ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത്, ആരോടാണ് പരാജയപ്പെട്ടത് എന്നുള്ളത്. അപ്പൊ അന്നത്തതിന്റെ പ്രതികാരം വീട്ടിയതാണ്. അപ്പൊ സിന്ധുവിന് എന്ത് ചെയ്താണ്, ഓക്ക് ഹരം കയറിയതാണ് എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ആ പേരെന്ത് ചെയ്യാം, അങ്ങനെ തന്നെ ഓർത്തിരിക്കാം. ഒളിമ്പിക്സ് അല്ല ഇത്, ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് അവിടെ തന്നെ കൊടുത്തിട്ട് പിന്നെ എങ്ങനെ ഒളിമ്പിക്സ് ആവുക? മലയാളത്തിൽ അവിടെ എഴുതിയിട്ടില്ലേ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് എന്നുള്ളത്. സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് ഇത്, പി.വി. സിന്ധു. സിൽവർ കിട്ടിയതിന്റെ കാര്യമല്ല, തൊട്ട് മുമ്പത്തെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഞാൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താണ് ക്ലാസ്സിൽ പറഞ്ഞു തന്നാണ്. തൊട്ട് മുമ്പത്തെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് കരസ്ഥമാക്കിയത് ആരായിരുന്നു? ഈ പറയുന്ന നൊസോമി ഒകുഹാര ആയിരുന്നു. ആ നൊസോമി ഒകുഹാരയോട് പരാജയപ്പെട്ടപ്പോ PSC ചോദിച്ച ചോദ്യമായിരുന്നു എന്ത്, ഫൈനലിൽ ആരോടാണ് പരാജയപ്പെട്ടത് എന്നൊരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കുക, നൊസോമി ഒകുഹാര, പി.വി. സിന്ധു. ഇനി ആദ്യത്തെ ഒരു ഇന്ത്യൻ, അതായത് ലോക മോട്ടോർ സൈക്കിൾ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനായ ആദ്യത്തെ ഇന്ത്യൻ ആണ്, വനിതയാണ്. ആര്? ഇന്ത്യൻ വനിതയാണ് ഐശ്വര്യ പിസെ. ഐശ്വര്യ പിസെ എന്നുള്ള എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഐശ്വര്യ പിസെ ലോക മോട്ടോർ സൈക്കിൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്നുള്ള പേരിൽ എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം. ഇത് ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും അവിടെ എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം കേട്ടോ. ഇനിയോ, ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ ക്രമീകരണം വർദ്ധിപ്പിക്കാനുള്ള നടപടിയാണ് ഇത്, ഓപ്പറേഷൻ നമ്പർ പ്ലേറ്റ്. ഓപ്പറേഷൻ നമ്പർ പ്ലേറ്റ് ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നടപടിയാണ് ഓപ്പറേഷൻ നമ്പർ പ്ലേറ്റ്. ഭിന്നശേഷിക്കാരുടെ ആദ്യത്തെ 2020 വേൾഡ് കപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ്. ആരെ പരാജയപ്പെടുത്തി? ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. അപ്പൊ ഭിന്നശേഷിക്കാരുടെ ആദ്യത്തെ 2020 വേൾഡ് കപ്പ് നേടിയത് ഇന്ത്യ, പരാജയപ്പെടുത്തിയത് ഇംഗ്ലണ്ടിനെയാണ് എന്നോർത്തിരിക്കുക. 2019 കീർത്തി ചക്ര ഹർഷ്പാൽ സിംഗ്, പ്രകാശ് ജാദവ്. 2019 കീർത്തി ചക്ര നേടിയ രണ്ടാളുകളുടെ പേര് ഓർത്തിരിക്കുക, ഹർഷ്പാൽ സിംഗ്, പ്രകാശ് ജാദവ്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ചീഫായിട്ട് ചുമതലയേറ്റത് ആരാണ്? ഒരു പുതിയ പോസ്റ്റ് കൊണ്ടുവന്നു അല്ലെ, ഒരു പുതിയ പോസ്റ്റ് എന്ത് ചെയ്തു, അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിലേക്ക് ആദ്യമായിട്ട് ചുമതലപ്പെടുന്ന ആരാണ്? ബിപിൻ റാവത്ത് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. ഇത് ആൾറെഡി PSC ചോദിച്ച ചോദ്യം കേട്ടോ. ഇത് ആൾറെഡി എന്ത് ചെയ്തതാണ്, കഴിഞ്ഞ മാസം നടന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ചീഫ് ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവിടെ ചോദിച്ചു. ആൾറെഡി കഴിഞ്ഞ മാസം നടന്ന പരീക്ഷയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കറണ്ട് അഫേഴ്സിൽ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിപിൻ റാവത്ത് എന്നുള്ള പേര് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. ഇനിയോ, ബിയർ ഗ്രിൽസ് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, മോഡി അതിഥിയായി എത്തിയ എന്നുള്ളത് എന്ത് ചെയ്തു, അവിടെ പറഞ്ഞു. ചൈനയിൽ വീശിയടിച്ച ടൈഫൂൺ ആണ് ഇത്, ലക്കീമ.
ചൈനയിൽ വീശിയടിച്ച ടൈഫൂൺ ചുഴലിക്കാറ്റാണ് ഇത് ലക്കിമ എന്നുള്ള ആ ഒരു പേര് എന്ത് ചെയ്യുക അവിടെ ഓർത്തിരിക്കുക. അപ്പൊ ഇതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതെന്ന് പറയുന്നത് ഒന്ന് ഏഷ്യൻ അത്ലറ്റിക് അസോസിയേഷൻ അംഗമായ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PT ഉഷ. അത് മലയാളി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, എന്തായാലും അവിടെ ഓർത്തിരിക്കണം. പിന്നെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായിട്ട് സ്വർണം നേടിയ താരമാണ് ആര്? PV സിന്ധു. ഐശ്വര്യ പിസെ മോട്ടോർ സൈക്കിൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ആദ്യത്തെ വനിത. ഭിന്നശേഷിക്കാരുടെ 2020 വേൾഡ് കപ്പ് ഇന്ത്യ ചാമ്പ്യന്മാർ. 2019 കീർത്തി ചക്ര ഹർഷ്പാൽ സിംഗ് പ്രകാശ് ജാദവ് ബിപിൻ റാവത്ത് നിർബന്ധമായിട്ട് അവിടെ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. ഇത്രയാണ് നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാനുള്ളത്, ഇന്ത്യ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യാനുള്ളത് അവിടെ ഓർത്തിരിക്കാനുള്ളത്. നെക്സ്റ്റ് ഡ്യൂറാൻ കപ്പ് ഫുട്ബോൾ ജേതാക്കളായത് ഗോകുലം FC. ഡ്യൂറാൻ കപ്പ് നമുക്ക് നേരത്തെ ചോദിക്കാറുണ്ട്, ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എടുത്ത് ചോദിക്കാറുണ്ട്. ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. ഡ്യൂറാൻ കപ്പ് ഗോകുലം FC ആണ് 2019 ചാമ്പ്യന്മാരായത്. ഇനിയോ രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷ പുരസ്കാരത്തിന് അർഹനായത് അച്യുതനുണ്ണി VS കരുണാകരൻ. ഇതെന്ത് ചെയ്താൽ മതി, കൂട്ടി അങ്ങോട്ട് പഠിച്ചാൽ മതി. VS അച്യുതാനന്ദൻ എന്നുള്ള ആ ഒരു ലെവലിൽ എന്ത് ചെയ്താൽ മതി, അങ്ങ് കൂട്ടി പഠിച്ചാൽ മതി. അപ്പൊ പിന്നെ രണ്ടാളും ആയല്ലോ. കാരണം കരുണാകരന്റെ പേരിൽ VS എന്നുണ്ട്, ഇപ്പുറത്തെ ആളുടെ പേരിൽ അച്യുതൻ എന്നുണ്ട്. അപ്പൊ പിന്നെ അത് കൂട്ടി അങ്ങ് പഠിച്ചാൽ മതി. ഇത് രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷ പുരസ്കാരത്തിന് അർഹനായ രണ്ടാളുകളുടെ പേര് എന്നുള്ളത് VS അച്യുതാനന്ദൻ എന്നുള്ള ആ ഒരു ലെവലിൽ കാണുക. പക്ഷെ രണ്ട് പേരാണ്. ഇനി ചിലപ്പോൾ ഓപ്ഷനിൽ VS അച്യുതാനന്ദൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കറുപ്പിക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ അടുത്ത് ഒരു കണക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ അതിലോട്ടാവും എന്ത് ചെയ്യുക, എങ്ങാനും ഓപ്ഷനിൽ എന്റെ ഭാഗ്യക്കെടും ഒക്കെ കൂടെ ആയിട്ട് ഓപ്ഷനിൽ ഒരു VS അച്യുതാനന്ദൻ എന്ന് വന്നു കഴിഞ്ഞാൽ തീരുമാനമായി. അപ്പൊ VS കരുണാകരനും അച്യുതൻ ഉണ്ണിയുമാണ്. അത് കൂട്ടിപ്പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ആ ലെവലിൽ കാണുക. നെക്സ്റ്റ് ഇന്ത്യൻ റെയിൽവേയുടെ കമാൻഡോ യൂണിറ്റ് ആണ് ഇത് കോറസ്. ഇന്ത്യൻ റെയിൽവേയുടെ കമാൻഡോ യൂണിറ്റ് ആണ് കോറസ് എന്നുള്ളത് എന്ത് ചെയ്യുക അവിടെ ഓർത്തിരിക്കുക. ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ട് ചുമതലയേറ്റത് ആരാണ്? രവി ശാസ്ത്രി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ട് ചുമതലയേറ്റത് ആരാണ്? രവി ശാസ്ത്രി എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെയോ തിരൂർ വെറ്റിലേക്ക് ഭൗമസൂചിക പദവി. തിരൂർ വെറ്റിലേക്ക് ഭൗമസൂചിക പദവി ഇന്നലെ ഏതായിരുന്നു? ഇന്നലെ ചോദ്യത്തിൽ കോലാപൂരി ചെരുപ്പ് അല്ലേ? പക്ഷെ ചോദ്യം വന്നപ്പോ ഒന്നുമില്ല, പോള് വന്നപ്പോ ഒന്നുമില്ല. തിരൂർ വെറ്റിലേക്ക് ഭൗമസൂചിക പദവി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഖാജിൻസറ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഖാജിൻസറ എവിടെയാണ് കണ്ടെത്തിയത്? നേപ്പാളിൽ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഖാജിൻസറ. ഈ അടുത്ത് നമുക്ക് ഓർത്തിരിക്കേണ്ട വേറൊരു തടാകമാണ് ഇത്, പാൻഗോങ് തടാകം. പാൻഗോങ് അല്ലെ? ലഡാക്കിൽ ചൈനയുമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പാൻഗോങ് തടാകം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഓർത്തിരിക്കാനുണ്ട്. ആൾറെഡി എന്ത് ചെയ്താണ്, കഴിഞ്ഞ മാസത്തെ കറണ്ട് അഫേഴ്സിൽ എന്ത് ചെയ്താണ്, PSC ചോദിച്ചതാണ് കേട്ടോ. പാൻഗോങ് തടാകം എന്ന് പറഞ്ഞിട്ട് തർക്കമുണ്ടായിരുന്ന പ്രദേശത്തെ തടാകം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാൻഗോങ് തടാകം ലഡാക്ക്. അപ്പൊ ഖാജിൻസറ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം നേപ്പാളിലാണ്. പുതിയ ലോക്പാൽ സെക്രട്ടറിയാണ് ആര്? ബ്രിജു കുമാർ അഗർവാൾ. ലോക്പാലിന്റെ സെക്രട്ടറിയാണ് ആര്? ബ്രിജു കുമാർ അഗർവാൾ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ന്യൂഡൽഹിയിൽ നടന്ന ലോക വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ ലീഡർഷിപ്പ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? രാജസ്ഥാൻ. ന്യൂഡൽഹിയിൽ നടന്ന ലോക വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ ലീഡർഷിപ്പ് അവാർഡ് നേടിയ സംസ്ഥാനമാണ് ഇത്, രാജസ്ഥാൻ. ഇനിയോ 2019 സ്മാർട്ട് പോലീസിങ്ങിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കേരള പോലീസിനാണ്. പിനാക്കി ചന്ദ്രഘോഷ് ലോക്പാൽ അല്ലേ? ലോക്പാലായിട്ട് ചുമതലയേറ്റതല്ലേ? ഇത് ലോക്പാലിന്റെ സെക്രട്ടറി, അത് വേറെയാണ്. രണ്ട് പോസ്റ്റാണ് കേട്ടോ. അപ്പോ 2019 സ്മാർട്ട് പോലീസിംഗ് അവാർഡ് ലഭിച്ചത് കേരള പോലീസിനാണ്. ഏറ്റവും കൂടുതൽ സൾഫർ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന രാജ്യമായിട്ട് ഗ്രീൻ പീസ് പുറത്തുവിട്ടത് ആരെയാണ്? ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ സൾഫർ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന രാജ്യമായിട്ട് ഇന്ത്യയാണ് എന്ത് ചെയ്തത്? ഗ്രീൻ പീസ് പുറത്തുവിട്ടത്. അത് പിന്നെ ചോദിക്കാൻ സാധ്യത കുറവാണ് കേട്ടോ. ഇന്ത്യയെ അപമാനിച്ചു എന്നൊക്കെ പറയുന്ന കാലമാണ് അത്, ഇനി അഥവാ ചോദിച്ചാൽ തന്നെ. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഡ്യൂറാൻ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായത് ഗോകുലം
FC രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം അച്യുതനുണ്ണി VS. അത് ഓർത്തിരിക്കുക, കൂട്ടി ഓപ്ഷൻ ഉണ്ടെങ്കിലും എഴുതരുത് കേട്ടോ. ഇനിയോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് രവിശാസ്ത്രി. വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ ലീഡർഷിപ്പ് അവാർഡ് നേടിയത് രാജസ്ഥാൻ. സ്മാർട്ട് പോലീസിംഗ് അവാർഡ് കേരള പോലീസ്. ഇത്രയാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, അവിടെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. പാകിസ്ഥാനിലെ മലയാളിയായ രാഷ്ട്രീയ നേതാവും സാമൂഹ്യ പ്രവർത്തകനും മനുഷ്യാവകാശ പ്രവർത്തകനൊക്കെ ആയിരുന്നു ആര്? BM കുട്ടി. അന്തരിച്ചു കേട്ടോ. BM കുട്ടി പാകിസ്ഥാനിലെ മനുഷ്യാവകാശ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും ഒക്കെ കൂടെയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അന്തരിച്ചു. ഇനിയോ ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയത്തിന് ആരുടെ പേര് കൊടുത്തു? അരുൺ ജെയ്റ്റ്ലി. ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയത്തിന്റെ പേര് മാറ്റി ആരുടെ പേരാക്കി? അരുൺ ജെയ്റ്റ്ലി എന്നോർത്തിരിക്കാം. ഇനിയോ തിരുവനന്തപുരത്ത് VJT ഹാളിന്റെ പേരെന്താക്കി? അയ്യങ്കാളിയുടെ പേര്. തിരുവനന്തപുരത്തെ VJT ഹാളിന്റെ പേര് മാറ്റിയിട്ട് ആരുടെ പേരാക്കി? അയ്യങ്കാളിയുടെ പേരാക്കിയിട്ട് മാറ്റി. ഗോർവാഡ അന്താരാഷ്ട്ര മൃഗശാല എവിടെയാണ്? നാഗ്പൂരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഗോർവാഡ അന്താരാഷ്ട്ര മൃഗശാല എവിടെയാണ്? നാഗ്പൂരാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. മാരുതിയുടെ സിവിൽ സർവീസ് മാലിദ്വീപ് നടിച്ചാണ് കേട്ടോ, മാൽദീവ്സ് ആണത്. മാൽദീവ്സിന്റെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യും? ഇന്ത്യ പരിശീലനം നൽകും എന്നുള്ളത്. മാലിദ്വീപിന് ഞാൻ വിചാരിച്ചിരുന്നത് മാരുതിയുടെ സിവിൽ സർവീസ്. മാരുതി ഇനി സിവിൽ സർവീസ് പോകുന്നത്, മാരുതിയുടെ വണ്ടിനെ പൊളിച്ചെടുക്കാൻ പോകും. മാൽദീവ്സിന്റെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കാണ് എന്ത്? ഇന്ത്യ പരിശീലനം നൽകുന്നത്. അപ്പൊ ഏത് രാജ്യത്തിന്റെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇന്ത്യ പരിശീലനം നൽകാം എന്ന് കരാർ ഒപ്പിട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൽദീവ്സ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർമ്മിക്കുക. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി പറഞ്ഞു കേട്ടില്ലേ, പപ്പടം പോലുള്ള വണ്ടികളൊക്കെ പൊളിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട്. സുരക്ഷയില്ലാത്ത എല്ലാ വണ്ടികളും എന്ത് ചെയ്യണം? പൊളിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ? ഇങ്ങനെയുള്ള വണ്ടികൾ ഇനി ഇറക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതിനുള്ള നിയമം രൂപീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ടായിരുന്നു, കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മാൽദീവ്സിന്റെ ഉദ്യോഗസ്ഥർക്കാണ് ഇന്ത്യ. ബംഗ്ലാദേശ് ഒക്കെ പിന്നെ വന്നതല്ലേ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ മറ്റേ ഹെഡിങ്ങിലേക്കെങ്കിലും ഒന്ന് നോക്ക്. അറ്റ്ലീസ്റ്റ് ഏത് മാസത്തെ കറണ്ട് അഫയർ ആണ് പറയുന്നത്, ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ തീർത്തിട്ട് ബാക്കി നിങ്ങൾക്ക് വരുന്നല്ലേ. ഇവിടെ വേറെ എത്രയോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വരാനിരിക്കുന്നുണ്ട്. ഒന്ന് സ്പീഡപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യട്ടെ, ഈ കാര്യങ്ങൾ കഴിയട്ടെ. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ബാക്കിയുള്ള മാസത്തെ വരുമല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് BM കുട്ടി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, പാകിസ്ഥാനിലെ മലയാളിയായ രാഷ്ട്രീയ നേതാവ്, മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. ഇനിയോ ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയത്തിനാണ് അരുൺ ജെയ്റ്റ്ലി, അതും ഇമ്പോർട്ടന്റ് ആണ്. VJT ഹാളിന്റെ പുതിയ പേര് അയ്യങ്കാളി, അതും ഇമ്പോർട്ടന്റ് ആണ്. ഗോർവാഡ അന്താരാഷ്ട്ര മൃഗശാല എവിടെയാണ്? നാഗ്പൂരാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതോടുകൂടെ ഇത് കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു. അതോടുകൂടെ ഓഗസ്റ്റ് കഴിഞ്ഞു. അപ്പൊ മിന്നിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, ചില ദിവസങ്ങളിൽ 3 മാസമൊക്കെ ഒന്നിച്ചിടാം. ഇതുപോലെ മിന്നിച്ചു പോവാണെങ്കിൽ എന്ത് ചെയ്യാം, ചിലതിൽ 3 മാസമൊക്കെ അടിച്ചു കയറ്റാം. നെക്സ്റ്റ്, സാമ്പിൾ രജിസ്ട്രേഷൻ പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ ആയുർദൈർഘ്യം എത്രയായി? 75.2 വയസ്സ്. പക്ഷെ നിങ്ങൾക്ക് അവിടെ ആൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചാണെന്ത്, കേരളത്തിന്റെ ആയുർദൈർഘ്യം എത്ര എന്ന് പറഞ്ഞിട്ട് 74.9. കഴിഞ്ഞ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ നിങ്ങൾക്ക് കേരളത്തിന്റെ ആയുർദൈർഘ്യം എത്ര,
അത് 2011 സെൻസസിനെ ബേസ് ചെയ്തിട്ടാണ്. ആ റിപ്പോർട്ടാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് എടുക്കുന്നത്. ഇതെന്താണ് സാമ്പിൾ രജിസ്ട്രേഷന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ 75.2. അപ്പൊ ഇനി നിങ്ങളുടെ സംശയമാണ് 74.9 75.2 തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? 75.2 എഴുതിക്കോണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ 75.2 തന്നു കഴിഞ്ഞാൽ അതറിഞ്ഞിട്ടുള്ള ചോദ്യകർത്താവാണ് അത് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് കോമൺ സെൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. അപ്പൊ പുതിയ റിപ്പോർട്ട് കണ്ടിട്ടാണ് അയാൾ ഈ ചോദ്യം തയ്യാറാക്കിയെന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനിയോ സൗരയൂഥത്തിന് പുറത്ത് ജലാംശം കണ്ടെത്തിയ ഗ്രഹമാണ് ഇത് K2-18b. K2-18b. നോർമലി നിങ്ങൾ ഇങ്ങനെയുള്ള വാർത്തകൾ എന്ത് ചെയ്യാറുണ്ട്? ഇഷ്ടം പോലെ കേൾക്കാറുണ്ട് അല്ലെ? ഇത് എന്ത് ചെയ്യാറില്ല, ഇത് നോർമലി പഠിക്കാറില്ല. കാരണം അവിടെ ജലാംശം കണ്ടെത്തി, ഇവിടെ ജലാംശം കണ്ടെത്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ കേട്ടു എന്ന് പറഞ്ഞ് വിടാറുണ്ട്. അപ്പൊ അത് മാത്രം ഓർത്തിരുന്നാൽ മതി കേട്ടോ. അങ്ങനെ ഒരു വാർത്ത കേട്ടതായിട്ട് ഓർത്തിരുന്നാൽ മതി, K2. അപ്പൊ അവിടെ ഓപ്ഷൻ കാണാൻ പറ്റുമത്. അപ്പൊ സൗരയൂഥത്തിന് പുറത്ത് ജലാംശം കണ്ടെത്തിയ ഗ്രഹം, ആ വാർത്ത കേട്ടു എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പൊ K2 എന്നുള്ളത് അവിടെ K2 എന്ത് ചെയ്യാം? ഓപ്ഷനിൽ കാണാം, 18b. ഇനിയോ കേന്ദ്ര സർക്കാർ ദീൻ ദയാൽ ഉപാധ്യായ് സശാക്തീകരണ പുരസ്കാരം നേടിയ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. കേന്ദ്ര സർക്കാരിന്റെ ദീൻ ദയാൽ ഉപാധ്യായ് സശാക്തീകരണ പുരസ്കാരം നേടിയ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് എന്നുള്ളത് എന്ത് ചെയ്യുക? അവിടെ ഓർത്തിരിക്കുക. ദ ഹിന്ദു വേ എന്ന പുസ്തകം ആരുടേതാണ്? ശശി തരൂറിന്റെ. ദ ഹിന്ദു വേ എന്ന പുസ്തകം ആരുടേതാണ്? ശശി തരൂറിന്റേതാണ് എന്ന് ഓർത്തിരിക്കാം. ഇനിയോ ആസാദി, മഹാദേവൻ തമ്പിയുടെ കാശ്മീരിന്റെ കഥ പറയുന്ന നോവലാണ് ആസാദി. ആസാദി മഹാദേവൻ തമ്പി എഴുതിയ നോവലാണ്. കാശ്മീരിന്റെ കഥ പറയുന്നു എന്നുള്ളത് എന്ത് ചെയ്യാം? അവിടെ ഓർത്തിരിക്കാം കേട്ടോ. ഇനിയോ ജാഫ്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയതാണ് ആര്? VK ജോസഫ്. ജാഫ്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയതാണ് ആര്? VK ജോസഫ് എന്നുള്ളത്. ഇത് കുറച്ച് ഡീപ്പാണ് കേട്ടോ. ഇത് കുറച്ച് ഡീപ്പാണ്. ഷാങ്ഹായ് ആരെ പറഞ്ഞു? ഡോക്ടർ ബിജു. ഒക്കെ ഇപ്പോഴും ഒരു ഹാലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിലല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടതും അതിന്റെ മുന്നേ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞതും അല്ലെ? വെയിൽ മരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ക്വസ്റ്റ്യൻ 2 തവണ ഇട്ടു. ഇനി സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായിട്ട് പുരസ്കാരം ഇന്ദ്രൻസ്. സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായിട്ട് പുരസ്കാരം നേടിയത് ആരാണ്? ഇന്ദ്രൻസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ ഇന്ദ്രൻസും ഡോക്ടർ ബിജു ആണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ അവിടെ മെയിൻ ആയിട്ട് അവിടെ ഓർത്തിരിക്കേണ്ടത് കേട്ടോ. സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ഇന്ദ്രൻസ് ആണ് നേടിയതെന്ന് ഓർത്തിരിക്കുക. ഇനിയോ ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം കാലിമാൻഡൻ സിറ്റി. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം കാലിമാൻഡൻ സിറ്റി. നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സ് ആഡ് ചെയ്യുന്നതിന് പകരമാണ് ഞാൻ എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു സെഷൻ വെച്ചിട്ട് പ്രത്യേകം എന്ത് ചെയ്തത്? ഞാൻ ഇങ്ങനെ ഒരു ഈ കറണ്ട് അഫയേഴ്സ് ഇട്ട് ഇനി ഇവിടെ ഇടണം, ഫ്രീ ക്ലാസ്സിൽ ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ കൂടെ എല്ലാം കൂടെ ഞാൻ തന്നെ ചെയ്യണ്ടേ? ഫ്രീ ക്ലാസ്സിൽ എക്സാം നടത്തണം, കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് നടത്തണം, ഈ ഫ്രീ ക്ലാസ് സെഷൻ ചെയ്യണം, ഒക്കെ ഞാനൊരാളല്ലേ ഉള്ളൂ. എന്നിട്ട് ഇനി ഇത് പോരാതെ ഞാൻ ഇനി എന്ത് ചെയ്യണം? അവിടെ ഇട്ടുകൊടുക്കുന്നത് കുറച്ചൊക്കെ എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അവനവന്റെ ഫ്യൂച്ചറിലേക്ക് അവനവന്റെ പരീക്ഷ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അവനവന്റെ പണിയും കൂടെ എന്ത് ചെയ്യണം? അവനവന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു എഫേർട്ട് വേണം. അല്ലാതെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മുഴുവനായിട്ട് അങ്ങോട്ടേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് അവിടെ രക്ഷപ്പെടുന്നത് അവനവന്റെ ഫ്യൂച്ചർ ആവില്ല കേട്ടോ. കുറച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചൊക്കെ നിങ്ങളൂടെ വർക്ക്ഔട്ട് ചെയ്യണം. ഇതിപ്പോ ഇവിടെയും വേണം അവിടെയും വേണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. ഇതിപ്പോ ഇനി ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാലും എന്ത് ചെയ്യും? റെക്കോർഡിംഗ് ക്ലാസ് കൂടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനമാണ് ഇത് കാലിമാൻഡൻ സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇത് സ്ക്രീൻഷോട്ട് കൊടുക്കുക. എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്! ഇത് റെക്കോർഡായിട്ട് ക്ലാസ് കാണാം. പിന്നെ എത്ര കാലം കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. അതൊരു റെക്കോർഡിംഗ് ക്ലാസ് തന്നെയല്ലേ?
കാലിമാൻഡൻ സിറ്റി എന്ന് പറയുന്നത് ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം. മാറ്റി കളിക്കുകയാണോ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ നോർമലി ഇതെന്താ മാറ്റി കളിക്കുകയാണോ എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇന്തോനേഷ്യ എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം കേട്ടോ. ഇന്തോനേഷ്യ എന്നുള്ളത് ഇതെന്താ മാറ്റി കളിക്കുകയാണോ എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ഇനിയോ പുലദിസി എക്സ്പ്രസ് എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ ഉദ്ഘാടനം ചെയ്തതാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ട്രെയിനാണ് ഏത്? പുലദിസി എക്സ്പ്രസ് ശ്രീലങ്കയിലാണ് എന്ത് ചെയ്തത്? മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ശ്രീലങ്കയിൽ ഉദ്ഘാടനം ചെയ്തത്. ഇനിയോ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ഗ്ലോബൽ ട്രേഡിംഗ് സെന്റർ എവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ഗ്ലോബൽ ട്രേഡിംഗ് സെന്റർ കോഴിക്കോട് എന്നുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, പുതിയ റിപ്പോർട്ട് പ്രകാരം 75.2 കേരളത്തിന്റെ ആയുർദൈർഘ്യം എന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളം തന്നെയാണ്. 75.2 ഓർത്തിരിക്കുക. സൗരയൂഥത്തിന് പുറത്ത് ജലാംശം കണ്ടെത്തിയത് K2 18B. ദീൻദയാൽ ഉപാധ്യായ സശാക്തീകരണ പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്. ദ ഹിന്ദുവെ ശശി തരൂറിന്റെ പുസ്തകം. സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടൻ ഇന്ദ്രൻസ്. ശ്രീലങ്കയ്ക്ക് നിർമ്മിച്ചു കൊടുത്ത ട്രെയിൻ ഏതാണ്? പുലദിസി എക്സ്പ്രസ്. അതിങ്ങനെ ഓർത്താൽ മതി. എന്ത്? ശ്രീലങ്കയിലേക്ക് നിർമ്മിച്ചു കൊടുത്ത ട്രെയിൻ പല ദിശയിലേക്കാണ് പോണത് എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ട്രെയിനിന്റെ പേര് കിട്ടിക്കോളൂ കേട്ടോ. പിന്നെയോ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗ്ലോബൽ ട്രേഡിംഗ് സെന്റർ കോഴിക്കോടാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ഇനി ഖേൽ രത്ന പുരസ്കാരം ബജ്രംഗ് പൂനിയ, ദീപ മാലിക് രണ്ടാളുകളുടെ പേര് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ഖേൽ രത്ന പുരസ്കാരം എന്നുള്ളത് ഓർത്തിരിക്കുക. ബജ്രംഗ് പൂനിയ ഏത് താരമാണ്? ഗുസ്തി. അതാണ് എടുത്തു ചോദിക്കുക കേട്ടോ. ഖേൽ രത്ന പുരസ്കാരം നേടിയ ബജ്രംഗ് പൂനിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ഗുസ്തി എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ദീപ മാലിക് പാരാലിമ്പിക്സ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ഇനി ദേശീയ സീനിയർ അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ കിരീടം നേടിയത് ആരാണ്? കേരളമാണ്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം അവിടെ. ദേശീയ സീനിയർ അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ കിരീടം നേടിയത് കേരളമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കാം. ജെസി കോംസ് US കാർ ഡ്രൈവർ ആണ്. എന്ത് ചെയ്തു? മരണപ്പെട്ടു. US കാർ റേസിംഗ് വിഭാഗത്തിൽ ഫേമസ് ആയിട്ടുള്ള ആളായിരുന്നു ആര്? ജെസി കോംസ് എന്ന് പറയുന്നത്. ആ ജെസി കോംസ് എന്ത് ചെയ്തു? മരണപ്പെട്ടു. അപ്പൊ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കാർ ഓട്ടം എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം കേട്ടോ. ലേഡിയാണ്. ഇനിയോ സർദാർ പട്ടേൽ ഏകതാ പുരസ്കാരം ഏത് മേഖലയിലാണ് കൊടുക്കാൻ തീരുമാനിച്ചത്? ദേശീയോദ്ഗ്രഥനം. സർദാർ പട്ടേൽ ഏകതാ പുരസ്കാരം ദേശീയോദ്ഗ്രഥന മേഖലയിൽ. അത് പിന്നെ നിങ്ങൾക്ക് നോർമലി കിട്ടും. ഈ സർദാർ പട്ടേലിന്റെയും കൂടെ നമ്മൾ ഓർത്തിരിക്കുന്ന നേതാവാണ് ആര്? ഇന്ദിരാഗാന്ധി. അവിടെ നമ്മൾ ഇന്ദിരാഗാന്ധിക്ക് ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ദേശീയോദ്ഗ്രഥന പുരസ്കാരം, ദേശീയോദ്ഗ്രഥന ദിനം എന്നൊക്കെ പറഞ്ഞ് അവിടെ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യും? ആ മേഖല കിട്ടും. സർദാർ പട്ടേൽ ഏകതാ പുരസ്കാരം ഏത് മേഖലയിലാണ്? ദേശീയോദ്ഗ്രഥനം. ഇനിയോ കനിവ് കേരള ഗവൺമെന്റിന്റെ സൗജന്യ ആംബുലൻസ് അടിയന്തര സർവീസുകൾക്ക് ഉള്ള ആംബുലൻസ് ശൃംഖലയാണ് ഏത്? കനിവ് 108 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കനിവ് 108 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കനിവ് കേരള ഗവൺമെന്റിന്റെ അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് സർവീസ് ആണ് ഏത്? കനിവ്. 2019 കാലാവസ്ഥ യൂത്ത് സമ്മിറ്റ് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. 2019 കാലാവസ്ഥ യൂത്ത് സമ്മിറ്റ് എവിടെയാണ്? അപ്പൊ യൂത്ത് എന്ന് പറയുമ്പോൾ തന്നെ ന്യൂ ജനറേഷൻ എന്നുള്ള ആ ന്യൂ യോയോ എന്നുള്ള ആ ലെവലിൽ കണ്ടാൽ മതി കേട്ടോ. 2019 കാലാവസ്ഥ യൂത്ത് സമ്മിറ്റ്. യൂത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ന്യൂ യോയോ എന്നുള്ള ആ ഒരു ലെവലിൽ കണ്ടാൽ നിങ്ങൾക്ക് ന്യൂയോർക്ക് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനിയോ കേരള സർക്കാരാണ് റീജിയണൽ ക്യാൻസർ സെന്ററുമായിട്ട് സഹകരിച്ച് മാലിദ്വീപിലെ ക്യാൻസർ നിയന്ത്രണത്തിന് സാമ്പത്തിക സഹായം കൊടുക്കാൻ തീരുമാനിച്ചു.
കേരള സർക്കാർ റീജിയണൽ ക്യാൻസർ RCCയുമായിട്ട് സഹകരിച്ച് മാലിദ്വീപിനാണ് ക്യാൻസർ നിയന്ത്രണത്തിന് സാമ്പത്തിക സഹായം. അപ്പൊ രണ്ട് സഹായമായി മാലിദ്വീപിന്. ഒന്ന് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കൊടുക്കാനുമായി, രണ്ട് ക്യാൻസർ ചികിത്സക്ക് സാമ്പത്തിക സഹായമായി. ഇനി ഗാന്ധി പീസ് ഗാർഡൻ സ്ഥാപിച്ചത് എവിടെയാണ്? ന്യൂയോർക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഗാന്ധി പീസ് ഗാർഡൻ സ്ഥാപിച്ചത് ന്യൂയോർക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഓർക്കാം. ഇനി രോഗി സുരക്ഷാ ദിനമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ 17. രോഗി സുരക്ഷാ ദിനം. അതായത് നമുക്ക് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നു. അതിനെ നേരെ എന്ത് ചെയ്താൽ മതി, ഓർത്തിരുന്നാൽ മതി. എന്ത്, നേരെ തൊട്ട് പിറ്റേ ദിവസം. കാരണം അന്ന് അങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നത് അങ്ങനത്തെ രോഗികളൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. നമ്മൾ അൾട്രാ വയലറ്റ് ഒക്കെ വന്ന് ത്വക്ക് ക്യാൻസർ ഒക്കെ പിടിപെട്ട് രോഗി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അതിന്റെ പിറ്റേ ദിവസമാണ് എന്ത് ചെയ്യുന്നത്, രോഗി സുരക്ഷാ ദിനം എന്നുള്ള ലെവലിൽ എന്ത് ചെയ്താൽ മതി, അവിടെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ലോകാരോഗ്യ സംഘടന രോഗി സുരക്ഷാ ദിനമായിട്ട് സെപ്റ്റംബർ 17 ആചരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഖേൽരത്ന പുരസ്കാരം ബജ്രംഗ് പൂനിയ, ദീപ മാലിക്, രണ്ടാളുടെ ഹൈറ്റ് ഓർത്തിരിക്കുക. സീനിയർ അത്ലറ്റിക്കിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് കേരളം. സർദാർ പട്ടേൽ ഏകതാ പുരസ്കാരം ഏത് മേഖലയിലാണ്? ദേശീയോദ്ഗ്രഥനം. കനിവ് കേരള ഗവൺമെന്റിന്റെ ആംബുലൻസ് സർവീസ്. കേരള സർക്കാർ മാലിദ്വീപ്സിനാണ് ക്യാൻസർ സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനിച്ചത്. ലോകാരോഗ്യ സംഘടന രോഗി സുരക്ഷാ ദിനമായിട്ട് സെപ്റ്റംബർ 17. ഇത്ര ഓർത്തിരിക്കുമല്ലോ. നെക്സ്റ്റ്, റഷ്യയുമായിട്ട് 15 കരാറുകളാണ് എന്ത് ചെയ്തത്, ഒപ്പുവെച്ചത്. റഷ്യയുമായിട്ട് 15 കരാറുകളാണ് എന്ത് ചെയ്തത്, ഒപ്പുവെച്ചത്. വാർത്താവിനിമയം, ഊർജം, പ്രകൃതിവാതകം, പെട്രോളിയം, ഇങ്ങനെ കുറെ മേഖല ഉള്ളതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യണ്ട, നമുക്ക് പഠിക്കണ്ട. നമുക്ക് 15 കരാർ പഠിച്ചാൽ മതി. അമേരിക്കയുമായിട്ട് നമ്മൾ 2+2 5 കരാറുകൾ. അമേരിക്കയുമായിട്ട് നമ്മൾ 5 കരാറുകൾ 2+2, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് കേട്ടോ. അമേരിക്കയുമായിട്ട് 2+2 5 കരാറുകൾ. ഇവിടെയാണെങ്കിൽ ഇവിടെ എന്താ, ഇനി കുറെ ആൾക്കാർ വിചാരിക്കണ്ടാവും 2+2 4 പിന്നെ എങ്ങനെ 5 ആവുന്നത്. അതിന്റെ പേരാണ് കേട്ടോ. 2+2 എന്ന് പറയുന്നത് ആ മീറ്റിംഗിന്റെ പേരാണ് കേട്ടോ. എനിക്കറിയാം നിങ്ങൾ ചോദിക്കും 2+2 4 എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്തത്, അത് അങ്ങോട്ട് പറഞ്ഞു തന്നത് കേട്ടോ. ആ മീറ്റിംഗിന്റെ പേരാണ്, ചർച്ചയുടെ പേരാണ് എന്ത്, 2+2 എന്നുള്ളത്. ഇവിടെ വോൾഗ ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നില്ലേ? വോൾഗ ഡയലോഗ് ഏത് രാജ്യവുമായിട്ടുള്ള ചർച്ചകളാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചില്ലായിരുന്നോ? വോൾഗ ഡയലോഗ് എന്ന് പറയുന്നത് റഷ്യയുമായിട്ടുള്ള കരാറുകൾ, അതായത് റഷ്യയുമായിട്ടുള്ള ചർച്ചയാണ് വോൾഗ ഡയലോഗ് എന്ന് പറയുന്നത്. അതേപോലെ ഇനി ചോദിക്കാനുള്ള ഒരു ചോദ്യമാണെന്ത്, 2+2 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ് എന്നുള്ളത് ചെയ്യാം, അവിടെ ചോദിക്കാം. അപ്പൊ ഇത് പേരാണ്, അല്ലാതെ കരാറ് ഞാൻ 2+2 2 കൂട്ടിയാൽ 5 എന്ന് പറഞ്ഞതല്ല കേട്ടോ. അപ്പൊ ഇത് അമേരിക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ് എന്ന് ഓർത്തിരിക്കുക. 5 കരാറുകളാണ് എന്ത് ചെയ്തത്, അതിൽ ഒപ്പുവെച്ചത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. സിംഗപ്പൂർ രാജ്യാന്തര വാണിജ്യ കോടതിയിൽ ജഡ്ജിയായി ചുമതലയേറ്റ മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് ആര്? AK സിക്രി കേട്ടോ. അപ്പൊ ഇവിടെ ചോദിക്കും, മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന AK സിക്രി ഏത് രാജ്യത്താണ് വാണിജ്യ കോടതി ജഡ്ജിയായിട്ട് ചുമതലയേറ്റത് എന്നുള്ളത്. (2+2) ഞാൻ അമേരിക്ക എന്നല്ല ഞാൻ പറഞ്ഞേ അല്ലേ? അത് കറക്റ്റ് തന്നെയല്ലേ? മറ്റേത് വോൾഗ ഡയലോഗ് റഷ്യ എന്ന് ഞാൻ വേറെ വേറെ തന്നെയല്ലേ പറഞ്ഞേ? ആ, സിംഗപ്പൂർ രാജ്യാന്തര വാണിജ്യ കോടതി ജഡ്ജിയായിട്ട് ചുമതലയേറ്റ ജഡ്ജിയാണ് ആര്? AK സിക്രി. അപ്പൊ സിംഗപ്പൂർ സിക്രി എന്നുള്ളത് എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ കാണാം കേട്ടോ. സിംഗപ്പൂർ സിക്രി എന്നുള്ളത് എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ കാണാം. ഇനിയോ, കോട്ടക്കൽ ചന്ദ്രശേഖര വാര്യർ കഥകളി ആചാര്യനാണ്. ഇത് ഈ ഒരു കഴിഞ്ഞ വർഷം എന്നല്ല,
നമുക്ക് ഈ 2019 ശേഷം ഇങ്ങനെ ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം ഇഷ്ടംപോലെ എന്ത് ചെയ്യുന്നുണ്ട്, മരണങ്ങളുണ്ട്. വയലിനിസ്റ്റ്, ചെണ്ട, കഥകളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഇവരൊക്കെ ഇതിൽ ഫേമസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ പഠിക്കണം. അല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലാതെ തന്നെ ഇഷ്ടംപോലെ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ സിനിമാ താരങ്ങളും സംവിധായകരും യുവാക്കളായിട്ടുള്ള ആളുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംവിധായകരും എല്ലാ മേഖലയിലുള്ള ആളുകളും ഈ ഒരു കൊറോണ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അപ്പൊ കോട്ടക്കൽ ചന്ദ്രശേഖര വാര്യർ കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യാം, ഓർത്തിരിക്കുക കേട്ടോ. കോട്ടക്കൽ ചന്ദ്രശേഖര വാര്യർ. ഇത് നിങ്ങൾ കോട്ടക്കൽ എന്ന് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതില് ക, ട, ക, ല ഈ അക്ഷരങ്ങൾ അതിൽ തന്നെ ഉണ്ട്, കാണണമെന്നേ ഉള്ളൂ അല്ലെ. ആ കഥകളി എന്ന് വായിക്കുന്ന അതേ ടോണ് നമുക്ക് ഇതിൽ ആ അക്ഷരങ്ങൾ കാണാൻ പറ്റും. ക, ട എന്നുള്ളത് ദ, പിന്നെ ക, ല എന്നുള്ളത് അങ്ങനെ ആ ലെവലിൽ എന്ത് ചെയ്യണം, അവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെ കാണണമെന്നല്ലോ. ഇനി പലർക്കുള്ള ഡൗട്ടാണ്, ഇനി കോട്ടക്കൽ ഇല്ലെങ്കിലോ എന്ന്. കോട്ടക്കൽ ഇല്ലാതെ അയാളെ കൊടുക്കൂല, അയാൾ അങ്ങനെയാണ് ഫേമസ് ആവുന്നത് തന്നെ കേട്ടോ. പാലക്കാട് മണി അയ്യർ എന്നല്ലാതെ വെറും മണി അയ്യർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥി ചോദിക്കും ഇത് ഏത് മണി അയ്യർ എന്ന് ചോദിക്കും. കാരണം അയാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആ സ്ഥലപ്പേരിലാണ് എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. അപ്പൊ ഇയാളെ ചോദിക്കുകയാണെങ്കിൽ കോട്ടക്കൽ ചന്ദ്രശേഖര വാര്യറിനെ എന്ത് ചെയ്യുള്ളൂ, ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ കോട്ടക്കൽ ചന്ദ്രശേഖര വാര്യർ കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനിയോ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിത്തന്ന ഇന്ത്യൻ ക്യാപ്റ്റനാണ് ആര്, വിരാട് കോഹ്ലി. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിത്തന്ന ഇന്ത്യൻ ക്യാപ്റ്റനാണ് ആര്, വിരാട് കോഹ്ലി. റാൻ ഓഫ് കച്ചിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട ഓസോൺ ശോഷണത്തിന് കാരണമായ ബ്രോമിൻ മോണോക്സൈഡ് കേട്ടോ. റാൻ ഓഫ് കച്ചിൽ നിന്നും ഓസോൺ ശോഷണത്തിന് കാരണമായ ബ്രോമിൻ മോണോക്സൈഡ് എന്നുള്ളത്. അപ്പൊ അവിടെ ഓർത്തിരുന്നാൽ മതി എന്ത്, ഓസോണിന് തുളയിടുന്ന പുതിയൊരു ബ്രോയെ കൂടെ കണ്ടെടുക്കപ്പെട്ടു എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഓസോണിന് തുളയിടുന്ന പുതിയൊരു ബ്രോയെ കൂടെ കണ്ടുപിടിച്ചു എന്നുള്ള ഓർത്തിരുന്നാൽ മതി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് കിട്ടും ധാരക്കയോ ഓസോണിന് ഇങ്ങനെ തുളയിടുന്നുണ്ടെന്ന് ഓർത്താൽ മതിയല്ലോ. ഒരു പുതിയൊരു ബ്രോയും കൂടെ എന്ത് ചെയ്തു, വന്നു എന്ന് ഓർത്തിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബ്രോമിൻ മോണോക്സൈഡ് എന്നുള്ളത് ചെയ്യാം, അങ്ങനെ ഓർത്തിരിക്കാം. ഇനിയോ ഹൗഡി മോഡി, ഹൂസ്റ്റണിൽ നരേന്ദ്രമോദിക്ക് നൽകിയ സ്വീകരണമാണ് ഇത്. ഹൗഡി മോഡി, ഹൂസ്റ്റണിൽ അമേരിക്കയിലാണ് എന്ത്, ഹൂസ്റ്റൺ. ഹൗഡി മോഡി എന്നുള്ളത് എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. ഇനിയോ ലോക റെയിൽവേ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായി, നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. കാരണം ചാമ്പ്യന്മാരായത് ആരാണ്, ഇന്ത്യ കേട്ടോ. ലോക റെയിൽവേ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായി. ഇനിയോ ഗുജറാത്തിലെ മൊട്ടേറ സ്റ്റേഡിയം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഗുജറാത്തിലെ മൊട്ടേറ ക്രിക്കറ്റ് സ്റ്റേഡിയം ആരുടെ പേരാ കൊടുത്തേക്കുന്നേ, ആരുടെ പേരാ കൊടുത്തേക്കുന്നേ, സർദാർ വല്ലഭായ് പട്ടേൽ കേട്ടോ. എവിടെ സ്ഥിതി ചെയ്യുന്നേ, എവിടെ സ്ഥിതി ചെയ്യുന്നേ, അഹമ്മദാബാദ് കേട്ടോ. അഹമ്മദാബാദ് മൊട്ടേറ സ്റ്റേഡിയം, സർദാർ പട്ടേൽ സ്റ്റേഡിയം, അത്ര ഓർത്തിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇനിയോ 2019 ബാസ്കറ്റ്ബോൾ ലോകകപ്പ് സ്പെയിൻ ചാമ്പ്യന്മാർ ചൈനയിൽ നടന്നു. 2019 ബാസ്കറ്റ്ബോൾ ലോകകപ്പ് ചാമ്പ്യൻ. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ 2017 കണ്ട ചോദ്യമായിരുന്നു. ഫിബ ലോകകപ്പ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2019 വേദി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഫിബ 2019 വേൾഡ് കപ്പ് ബാസ്കറ്റ്ബോൾ വേദി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്പെയിനാണ് ചാമ്പ്യന്മാർ, ചൈനയിലാണ് നടന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് ഇന്ത്യ 15 കരാറുകൾ, 2+2 അമേരിക്കയുമായിട്ട് 5 കരാറുകൾ. സിക്രി സിംഗപ്പൂരിലാണ് ജഡ്ജിയായത്. കോട്ടക്കൽ ചന്ദ്രശേഖര വാര്യർ കഥകളി. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിത്തന്നത് വിരാട് കോഹ്ലി. റാൻ ഓഫ് കച്ചിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടത് ബ്രോമിൻ ഓസോണ് ശോഷണമായിട്ടുള്ളത്. ഇനിയോ മോഡിക്ക് നൽകിയ സ്വീകരണമാണ് ഇത്. ഹൗഡി മോഡി. ലോക റെയിൽവേ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായി. ഗുജറാത്തിൽ മൊട്ടേറ സ്റ്റേഡിയം ഓർത്തിരിക്കണം. ബാക്കി ഈ ഒരു ഫാക്ട് അല്ലാത്തതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഈ ഒരു ഫാക്ട് ആണെങ്കിലോ ആൾറെഡി പ്രീവിയസ് ചോദിച്ചതുമാണ് കേട്ടോ. അപ്പൊ ഇതിലത്തെ എല്ലാ ഫാക്ടുകളും ഇമ്പോർട്ടന്റ് ആണ്.
നെക്സ്റ്റ്, ഹരിയാനയിലെ കായിക സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലറാണ് ആര്? കപിൽ ദേവ്. പിന്നെ ഹരിയാന ഹാരിക്കെയിൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആൾറെഡി എന്ത് ചെയ്യാം, കപിൽ ദേവിനെ അറിയാം. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്താൽ മതി, ഹരിയാന എന്ന് കേൾക്കുമ്പോൾ പിന്നെ അവിടെ കായിക സർവകലാശാല എന്ന് കേൾക്കുമ്പോൾ പിന്നെ ആരെ ഓർത്തിരുന്നാൽ മതി, കപിൽ ദേവിനെ ഓർത്തിരുന്നാൽ മതി. ഇനിയോ, പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ 3 പുരസ്കാരങ്ങൾ നേടിയത് ആരാണ്? കേരള ടൂറിസം. അപ്പൊ കേരള ടൂറിസം ആണ് ഇത് പാറ്റയുടെ പുരസ്കാരം നേടിയത്. കേരള ടൂറിസം ആണ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ പുരസ്കാരങ്ങൾ നേടിയത്. പാറ്റ എന്നാണ് പറയുക കേട്ടോ. തെലങ്കാന 2020 എന്ത് ചെയ്തു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. 2020 തെലങ്കാന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. സ്വച്ഛ് ഭാരത് സർവകലാശാല എവിടെയാ വരുന്നത്? മഹാരാഷ്ട്രയിലെ വർധയിൽ. സ്വച്ഛ് ഭാരത് സർവകലാശാല മഹാരാഷ്ട്രയിലെ വർധയിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ അതോർത്തിരിക്കണം, വർധ മഹാരാഷ്ട്രയിലാണ് എന്നുള്ളത് ഇതിന് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഇനിയോ, സൈനുൽ ആബിദീൻ ബെൻ അലി, ടുണീഷ്യ, മരണപ്പെട്ടു. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂ വിപ്ലവം, അറബ് വസന്തം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു സമയത്ത് അതിന് തുടക്കം കുറിച്ച് തന്നെ എവിടെയായിരുന്നു? ടുണീഷ്യയിലായിരുന്നു. സൈനുൽ ആബിദീൻ ബെൻ അലി എന്ന് പറഞ്ഞിട്ട് ഏകാധിപതി, ടുണീഷ്യയിലെ ഏകാധിപതി എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു PSCക്ക്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ടുണീഷ്യയിലെയാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കും കേട്ടോ. ഇനിയോ, 2020 ഇന്ത്യയുടെ ഓസ്കാർ എൻട്രിയാണ് ഇത്, ഗള്ളി ബോയ്. ആരുടെയാ? സോയ അക്തർ. 2020 ഇന്ത്യയുടെ ഓസ്കാർ എൻട്രി ഗള്ളി ബോയ്, സോയ അക്തർ എന്നുള്ളത്. ഇത് ചോദിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഓപ്ഷൻ ജെല്ലിക്കെട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ എന്ത് ചെയ്തോളും, അതും കൂടെ കയറിപ്പോയിക്കോളും. അത് 2021 കേട്ടോ. 2020 ഇന്ത്യയുടെ ഓസ്കാർ എൻട്രിയാണ് ഇത്, ഗള്ളി ബോയ്, സോയ അക്തർ എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, അവിടെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ഇത് വേണമെങ്കിൽ കൂട്ടി വായിച്ചാൽ മതി. എന്ത് 2020 ഇന്ത്യയുടെ ഓസ്കാർ എൻട്രി തള്ളിപ്പോയി എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും കിട്ടും. ഇവിടെ ഗള്ളി എന്നുള്ളതും കിട്ടും, അത് പോയ എന്നുള്ള ആ ഒരു ലെവലിലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിന്റെ സംവിധായകനെ ഓർത്തിരിക്കുക. അപ്പൊ തള്ളിപ്പോയ എൻട്രി ആണെന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. 2020 തള്ളിപ്പോയ എൻട്രി ആണ് എന്നുള്ളത് ചെയ്താൽ മതി, അവിടെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഗള്ളി ബോയ് എന്നുള്ളത് കിട്ടും, സോയ അക്തർ എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ഇനിയോ, UN റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എവിടെയാണ്? ഇന്ത്യയിൽ നിന്നാണ്. മറ്റു രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കുടിയേറിയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന്. പാറ്റയുടെ ഫുൾ ഫോം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ. അതാണ് അവിടെ വലിച്ചു നീട്ടി അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. UN റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. ഇനിയോ, ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര പോലീസ് സർവകലാശാല എവിടെയാ? ഗ്രേറ്റർ നോയിഡ, ഉത്തർപ്രദേശ്. ഇത് സാധ്യത കൂടുതലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര പോലീസ് സർവകലാശാല എവിടെയാ വരുന്നത്? ഗ്രേറ്റർ നോയിഡ, ഉത്തർപ്രദേശ്. ദാദാ സാഹബ് ഫാൽക്കെ അവാർഡ് 2018 അമിതാഭ് ബച്ചൻ. ദാദാ സാഹബ് ഫാൽക്കെ അവാർഡ് 2018 അമിതാഭ് ബച്ചൻ എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഹരിയാനയിലെ കായിക സർവകലാശാല കപിൽ ദേവ് ഓർത്തിരിക്കുക. പാറ്റയുടെ പുരസ്കാരം കേരള ടൂറിസം. തെലങ്കാന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർഷമായിട്ട് ആൾറെഡി ചോദിച്ച ചോദ്യമാണ്. സ്വച്ഛ് ഭാരത് സർവകലാശാല വർധയിൽ, മഹാരാഷ്ട്ര. 2020 ഇന്ത്യയുടെ ഓസ്കാർ എൻട്രി ഗള്ളി ബോയ്, സോയ അക്തർ. ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ളത് ഇന്ത്യയിൽ നിന്നാണ് എന്ന് UN റിപ്പോർട്ട്. കേന്ദ്ര പോലീസ് സർവകലാശാല ഗ്രേറ്റർ നോയിഡ, ഉത്തർപ്രദേശ്. ദാദാ സാഹബ് ഫാൽക്കെ 2018 അമിതാഭ് ബച്ചൻ. അത്രയും അവിടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യയുടെ വിമാനത്തിൽ നിന്ന് വിമാനത്തിലേക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈലാണ് ഇത്, അസ്ത്ര. ഇന്ത്യയുടെ വിമാനത്തിൽ നിന്നും വിമാനത്തിലേക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈലാണ് ഇത്, അസ്ത്ര എന്ന മിസൈൽ. എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് പങ്കജ് അദ്വാനി. ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് പങ്കജ് അദ്വാനി എന്നുള്ളത് എന്ത് ചെയ്യാം, ഇത് പിന്നെ നമുക്ക് ആ ഒരു പേരേ ഉള്ളൂ അല്ലെ,
ബില്യാർഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഏതേ ഉള്ളൂ, പങ്കജ് അദ്വാനി എന്നുള്ളതാണ് നമ്മൾ PSC ഇറങ്ങിയിട്ട് ആകെ എന്ത് ചെയ്യാൻ നിൽക്കുന്നത്, കേൾക്കുന്നത്. സ്നൂക്കർ, ബില്യാർഡ്സ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ പങ്കജ് അദ്വാനി. സ്കൂൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായത്തിനായി 24 മണിക്കൂർ TV ചാനൽ ഏത് സംസ്ഥാനമാണ് ഒരുക്കിയത്? തമിഴ്നാട്. സ്കൂൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായത്തിനായിട്ട് 24 മണിക്കൂറും ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ചാനലാണ് ആര് ആരംഭിച്ചത്? തമിഴ്നാട്. ഇത് ആൾറെഡി ചോദിച്ചാട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തവർക്ക് അറിയാം. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെക്നിക്കലിന്റെ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ഇത്. സ്കൂൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായത്തിനായി 24 മണിക്കൂർ ചാനലാണ് ഏത്? തമിഴ്നാട്. തമിഴ്നാട് ആരംഭിച്ചത് കേട്ടോ. ഇനിയോ അതിന്റെ പേര് വേണ്ട, അതൊരു വലിയൊരു പേരാണ്. എന്തായാലും എന്ത് ചെയ്യൂല, പേരെടുത്ത് ചോദിക്കേണ്ട ഒരു ഇതില്ല. പേരല്ല ചോദിച്ചത്, ആൾറെഡി ചോദിച്ചതും ഏത് സംസ്ഥാനമാണ് കുട്ടികൾക്ക് വേണ്ടി 24 മണിക്കൂർ എന്നുള്ള എന്ത് ചെയ്തത് അവിടെ ചോദിച്ചു. ഇനിയോ റോജർ ഫെഡറർക്കെതിരെ ഒരു സെറ്റ് വിജയിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? സുമിത് നാഗൽ. റോജർ ഫെഡറർക്കെതിരെ ഒരു സെറ്റ് ജയിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? സുമിത് നാഗൽ. അത് പിന്നെ എന്ത് ചെയ്താൽ മതി, മിഠായി നൽകൽ എന്നുള്ള ലെവലിൽ വായിച്ചാൽ മതി കേട്ടോ. അയാളുടെ പേരിൽ തന്നെ ഉണ്ട് മിഠായി നൽകൽ, സുമിത് നാഗൽ എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, അങ്ങനെ കണ്ടാൽ മതി. ആദ്യം ഒരു മിഠായി കൊടുത്തു, പിന്നെ ബാക്കിയുള്ള സെറ്റൊക്കെ അടിച്ചു താഴെ ഇട്ടു. അപ്പോ റോജർ ഫെഡറർക്കെതിരെ ഒരു സെറ്റ് വിജയിച്ച ആദ്യ ഇന്ത്യക്കാരൻ എന്നുള്ള ലെവലിൽ എന്ത് ചെയ്താൽ മതി, ആ ഒരു പേര് ഓർത്തിരിക്കുക, സുമിത് നാഗൽ എന്നുള്ളത്. ഇനിയോ 2019 വള്ളത്തോൾ പുരസ്കാരം, 2019 വള്ളത്തോൾ പുരസ്കാരം സക്കറിയ. അതെന്ത് ചെയ്താൽ മതി, കൂട്ടി അങ്ങോട്ട് വായിച്ചാൽ മതി. വള്ളത്തിലാണോ എന്ന് ആർക്കറിയാം എന്നുള്ള ലെവലിൽ കൂട്ടി വായിച്ചാൽ മതി കേട്ടോ. 2019 വള്ളത്തോൾ പുരസ്കാരം സക്കറിയ, വള്ളത്തിലാണോ എന്ന് ആർക്കറിയാം എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ എന്ത് ചെയ്താൽ മതി, അവിടെ കണ്ടാൽ മതി. ഇനിയോ പുരുഷ വിഭാഗം ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ കെൻഡോ മൊമോട്ട. പുരുഷ വിഭാഗം ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജാപ്പനീസ് കെൻഡോ മൊമോട്ടയാണ് ചാമ്പ്യൻ ആയത്. ഇനിയോ സായ് പ്രീനിത് ബ്രോൺസ് മെഡൽ. സായ് പ്രീനിത് ബ്രോൺസ് മെഡൽ, ഇത് നമുക്ക് ഓർത്തിരിക്കണം. ഒരു ഇന്ത്യക്കാരൻ അതിൽ ബ്രോൺസ് മെഡൽ നേടിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം. അതെന്ത് ചെയ്താൽ മതി, ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ നേടിയത് എന്നുള്ള ലെവലിൽ ഓർത്തിരുന്നു കഴിഞ്ഞാൽ അയാളുടെ പേരിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബ്രോൺസ് എന്നുള്ളതിന്റെ ഒരു തുടക്കം. അതുപോലെ നമുക്ക് അവിടെ കാണാം. പുരുഷ വിഭാഗത്തിൽ ബ്രോൺസ് മെഡൽ ഒക്കെ, പുരുഷ വിഭാഗത്തിലാണെങ്കിലും ബ്രോൺസ് മെഡൽ ആണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു PR എന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കാണാം കേട്ടോ. സായ് പ്രണീതാണ് ഇത് വെങ്കല മെഡൽ നേടിയത്. ഇനിയോ ഓറിയന്റൽ ബാങ്ക് യുണൈറ്റഡ് ബാങ്ക് ഏതിൽ ലയിച്ചു? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അത് ഞാൻ ആൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്താണ്, അല്ലാതെ തന്നെ പറഞ്ഞത്. നമുക്ക് 2019 പുതിയ ബാങ്ക് ലയനം വന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാനുള്ളതാ, ഓറിയന്റൽ ബാങ്കും യുണൈറ്റഡ് ബാങ്കും ഏതിലാ? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു എന്നുള്ളത്. സിൻഡിക്കേറ്റ് ബാങ്ക് കനാറ ബാങ്കിലാണ്. ഇനിയോ ആന്ധ്ര ബാങ്കും കോർപ്പറേറ്റ് ബാങ്കും യൂണിയൻ ബാങ്കിൽ, അലഹബാദ് ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചത്. അപ്പൊ ഇതിൽ എടുത്ത് ചോദിക്കാവുന്നത് ഒന്ന്, അലഹബാദ് ഏതിലാണ് ലയിച്ചത്? ഇപ്പൊ 12 അത് നമ്മൾ കണ്ടതല്ലേ, 2020 ഏപ്രിൽ 1 മുതൽ. പിന്നെ എത്ര പൊതുമേഖലാ ബാങ്കേ ഉള്ളൂ? 12 എണ്ണല്ലേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ആ 12 എണ്ണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കോഡ് ഇട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഓർക്കുന്നത് എന്നുള്ളത്. അതിന് എന്ത് ചെയ്യും, ഇപ്പൊ അലഹബാദ് എന്നുള്ള പേര് ഇന്ത്യൻ ആണോ? അലഹബാദ് എന്നുള്ള പേര് ഇന്ത്യൻ ആണോ? അല്ല. ഇപ്പൊ എന്താ പേര്? ഇപ്പൊ പ്രയാഗ്രാജ് ആണ്. അപ്പൊ ആ ലെവലിൽ കണ്ടാൽ മതി, അലഹബാദ് ഇന്ത്യൻ അല്ല എന്നുള്ള ലെവലിൽ വായിച്ചാൽ മതി, ഇന്ത്യൻ അല്ല. അപ്പൊ അലഹബാദ് ലയിച്ചത് ഏതിലാ? ഇന്ത്യൻ ബാങ്കിലാണ് എന്നുള്ള എന്ത് ചെയ്താൽ മതി, അവിടെ ഓർത്തിരുന്നാൽ മതി. സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് കനാറ ബാങ്കിലാണ്, സീനാണ് കാണുന്നത് എന്നുള്ള ലെവലിൽ എന്ത് ചെയ്താൽ മതി, അവിടെ വായിച്ചാൽ മതി. സിൻഡിക്കേറ്റ് ബാങ്ക്, കനാറ ബാങ്ക്, ഈ ഒരെണ്ണം ഉള്ളതാണ് എന്ത് ചെയ്യുക, അവിടെ എടുത്ത് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ ആന്ധ്ര ബാങ്ക്, കോർപ്പറേറ്റ് ബാങ്ക് ഒക്കെ എന്തില്ല? യൂണിയൻ എന്നുള്ളത്. അതും ഞാൻ ആൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. എന്ത് യൂണിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കോ വേണ്ടിയുള്ളതാണ് അല്ലെ? യൂണിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കോ വേണ്ടിയുള്ളതാണ്. ആന്ധ്ര കോർപ്പറേറ്റ്, അപ്പൊ ആ ലെവലിൽ എന്ത് ചെയ്താൽ മതി, ആർക്കോ വേണ്ടിയുള്ളതാണ് യൂണിയൻ ഒക്കെ.
കോർപ്പറേഷൻ ബാങ്ക് എന്നുള്ളതാണ് കേട്ടോ. ഇത് യുണൈറ്റഡ് ബാങ്കും പിന്നെയോ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കാണ് എന്ത് ചെയ്തത്, ഓറിയന്റൽ ബാങ്കും ലയിച്ചത്. അത് ഉണ്ടംപൊരിന്ന് കൂട്ടി വായിച്ചാൽ മതി കേട്ടോ. യുണൈറ്റഡ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ഓറിയന്റൽ ബാങ്കും, അങ്ങനെ എന്ത് ചെയ്താൽ മതി, ഉണ്ടംപൊരിന്ന് കൂട്ടി വായിച്ചാൽ മതി. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തും ഇപ്പുറത്തും ഓരോരോ ബാങ്ക് കാണാൻ പറ്റും. ആ സൈഡിലാണെങ്കിൽ യുണൈറ്റഡ് ബാങ്ക് കാണാൻ പറ്റും, ഇപ്പുറത്താണെങ്കിൽ ഓറിയന്റൽ ബാങ്ക് കാണാൻ പറ്റും. നടുവിൽ നിങ്ങൾക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് എന്ത് ചെയ്യാം, അവിടെ കാണാം കേട്ടോ. പരീക്ഷക്കൊക്കെ മിക്കവാറും ഉണ്ടംപൊരിയൊക്കെ എണ്ണിയിരിക്കുകയായിരിക്കും. അപ്പൊ ആ സമയത്താണ് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഉണ്ടംപൊരി ഓർക്കണോ എന്നുള്ളതൊക്കെ. അപ്പൊ അതിലെന്ത് ചെയ്യും, നോർമലി നിങ്ങൾക്ക് ഒരു ബാങ്ക് ലയിച്ചതൊക്കെ എന്ത് ചെയ്യുള്ളൂ ചോദിക്കുള്ളൂ കേട്ടോ. ഒരു ബാങ്ക് ലയിച്ചതൊക്കെ ചോദിക്കുള്ളൂ. അതിലാകെ ഏതുള്ളൂ, സിൻഡിക്കേറ്റ് ബാങ്ക്, കനാറ ബാങ്ക്, അലഹബാദ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്. അത് കിട്ടുമല്ലോ, അത് കിട്ടുമല്ലോ. ഓക്കെ. ഇനി ചാമ്പ്യൻസ് ബോർഡ് ലീഗ് ഉദ്ഘാടനം ചെയ്ത ആരാ, സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ചാമ്പ്യൻസ് ബോർഡ് ലീഗ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്, സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. 2019 നെഹ്റു ട്രോഫി ചാമ്പ്യന്മാരായത് നടുഭാഗം ചുണ്ടൻ. 2019 നെഹ്റു ട്രോഫി വള്ളംകളി ചാമ്പ്യന്മാരായത് ആരാണ്, നടുഭാഗം ചുണ്ടൻ. കേരള ഗവർണറായിട്ട് ഉത്തർപ്രദേശുകാരനായിട്ടുള്ള മുഹമ്മദ് ആരിഫ് ഖാൻ ചുമതലയേറ്റു. കേരള ഗവർണറായിട്ട് ഉത്തർപ്രദേശുകാരനായിട്ടുള്ള മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് ചെയ്തു, ചുമതലയേറ്റത്. അപ്പൊ അദ്ദേഹം എവിടുന്ന് വന്നതാണ് എന്നുള്ളത് എന്ത് ചെയ്യും ചോദിക്കും കേട്ടോ. ഇത് രണ്ടും രണ്ടാണ്. ചാമ്പ്യൻസ് ബോർഡ് ലീഗ് സച്ചിൻ ടെണ്ടുൽക്കറും നെഹ്റു ട്രോഫി വള്ളംകളി പിണറായി വിജയനും. അത് വേറെ വേറെ തന്നെ പഠിക്കുക, നിങ്ങൾ ഒന്നായിട്ട് പഠിക്കല്ലേ കേട്ടോ. അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണുക. ചാമ്പ്യൻസ് ബോർഡ് ലീഗ് സച്ചിൻ ടെണ്ടുൽക്കർ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് അങ്ങനെ തന്നെ വായിക്കും. റോബർട്ട് മുഗാബെ സിംബാബ്വേയിലെ ഏകാധിപതിയായിരുന്നു, അന്തരിച്ചു. റോബർട്ട് മുഗാബെ സിംബാബ്വേയിലെ ഏകാധിപതിയായിരുന്നു, എന്ത് ചെയ്തു, അന്തരിച്ചു എന്നുള്ളത്. റിപ്പബ്ലിക് എത്തിക് എന്നത് രാഷ്ട്രപതിയുടെ പ്രസംഗങ്ങൾ എന്ത് ചെയ്തതാണ്, സമാഹരിച്ചതാണ് കേട്ടോ. രാഷ്ട്രപതിയുടെ പ്രസംഗങ്ങൾ സമാഹരിച്ചതാണ് എന്ത്, റിപ്പബ്ലിക് എത്തിക്സ് എന്നുള്ള ആ ഒരു പേര് മാത്രം അവിടെ ഓർത്തിരിക്കുക. ഇനിയോ യുദ്ധ അഭ്യാസ്, ഇന്ത്യയും അമേരിക്കയും. യുദ്ധ അഭ്യാസ് എന്നുള്ളത് ഇന്ത്യയും അമേരിക്കയും. യുദ്ധ അഭ്യാസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് US അല്ലെ. യുയിൽ തുടങ്ങി എസിൽ അവസാനിക്കുന്നു, യുദ്ധ അഭ്യാസ് എന്നങ്ങനെ കണ്ടാൽ മതി. അപ്പൊ ഏത് രാജ്യവുമായിട്ടാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഓർത്തിരിക്കാം. ഇനിയോ ജാഗ്രത എഴുത്ത് സമാഹാരം ആരുടേതാണ്, സുഗതകുമാരി. ജാഗ്രത എഴുത്ത് സമാഹാരം സുഗതകുമാരിയുടേതാണ് എന്ന് ഓർത്തിരിക്കാം. ജാഗ്രത എഴുത്ത് സമാഹാരം സുഗതകുമാരിയുടേതാണ്. ഇനിയോ കേരളത്തിലെ ആദ്യത്തെ സാഹസിക ടൂറിസ്റ്റ് അക്കാദമി ശാസ്താംപാറ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സാഹസിക ടൂറിസ്റ്റ് അക്കാദമിയാണ് എവിടെ, ശാസ്താംപാറ, തിരുവനന്തപുരം. 2019 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഏത് രാഷ്ട്രപതിയാണോ ആ രാഷ്ട്രപതി കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സാഹസിക ടൂറിസ്റ്റ് അക്കാദമി ശാസ്താംപാറ, തിരുവനന്തപുരം എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. അപ്പൊ ഇതില് സെപ്റ്റംബർ മാസം എന്ത് ചെയ്തു, അവിടെ തീർന്നു. ഇവിടെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുന്നത് സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് കനാറ ബാങ്കിലാണ്, അലഹബാദ് ബാങ്ക് ലയിച്ചത് ഇന്ത്യൻ ബാങ്കിലാണ്. ആകെ 12 ദേശസാൽകൃത ബാങ്കുകൾ. ചാമ്പ്യൻസ് ബോർഡ് ലീഗ് ഉദ്ഘാടനം ചെയ്തത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. നെഹ്റു ട്രോഫി വള്ളംകളി ചാമ്പ്യന്മാരായത് നടുഭാഗം ചുണ്ടനാണ്. കേരള ഗവർണറായത് ആരിഫ് മുഹമ്മദ് ഖാൻ, ഉത്തർപ്രദേശ്. റിപ്പബ്ലിക് എത്തിക് എന്നുള്ളത് നമ്മുടെ രാഷ്ട്രപതിയുടെ പ്രസംഗങ്ങൾ സമാഹരിച്ചതാണ്. യുദ്ധ അഭ്യാസ് ആരുമായിട്ടുള്ളതാണ്, അമേരിക്കയുമായി ചേർന്നുള്ളതാണ്. ജാഗ്രത എഴുത്ത് സമാഹാരം സുഗതകുമാരി, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഇനിയുള്ള പരീക്ഷകളിൽ നിങ്ങൾക്ക് സുഗതകുമാരിയെ കയറി വരാം, അക്കിത്തത്തെ കയറി വരാം. ഇപ്പൊ ആരാണോ മരണപ്പെട്ടത് അവരൊക്കെ വേഗം ഇങ്ങോട്ടേക്ക് കയറി വരാം കേട്ടോ. അപ്പൊ അത് പ്രത്യേകിച്ച് ഓർത്തിരുന്നോ. കേരളത്തിലെ ആദ്യ സാഹസിക ടൂറിസ്റ്റ് അക്കാദമി ശാസ്താംപാറ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇനി ഇതിൽ നിന്നുള്ള എക്സാം ഇന്ന് വൈകുന്നേരം ഉണ്ടാവും. ഓക്കെ.
ഇനി അതിന്റെ ഇടയിൽ ഞാൻ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഒരു സെഷൻ ഒക്ടോബർ നവംബർ ഇടാം. ഇങ്ങനെ സ്പീഡപ്പ് ചെയ്ത് തീർത്താ പോരെ? ഇങ്ങനെ സ്പീഡപ്പ് ചെയ്ത് തീർത്താ പോരെ? അപ്പൊ പഠിച്ചവർക്ക് ആൾറെഡി എന്താവും? റിവിഷനും ആവും. കിട്ടാത്തവർക്ക് ഫാക്റ്റുകൾ എന്ത് ചെയ്യും? ഒന്ന് ഓടിച്ച് കയറ്റുകയും ചെയ്യാം കേട്ടോ. എക്സാം 9 മണിക്ക് തന്നെ ആയിരിക്കും. എക്സാം 9 മണിക്ക് തന്നെ ആയിരിക്കും. അപ്പൊ ഓക്കെ, ഇപ്പൊ ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ ഇന്ന് 2 മണിക്ക് എക്സാം ഉണ്ട്, മറക്കല്ലേ. ഇന്ന് 2 മണിക്ക് എക്സാം ഉണ്ട്, ഒന്ന് എഴുതിക്കോണേ. നിങ്ങൾക്ക് ടൈറ്റ് ആണെങ്കിലും സിമ്പിൾ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കുക. വെറുതെ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ളതിൽ നിന്ന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, വലിയ വലിയ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള ലെവലിലേക്ക് എന്ത് ചെയ്യാം? അവിടെ ഓർത്തിരിക്കാം കേട്ടോ. അപ്പൊ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. അപ്പൊ ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.